അതൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യും. നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങളെടുത്താലും ഒന്നും വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തന്നാൽ വാങ്ങും ചെയ്യാം. ഓ ഇല്ല അതൊന്നും തീരുമാനമായിട്ടില്ല. ഞാൻ പറഞ്ഞൊരു 10-15 ദിവസത്തെ അണ്ടർ ഡിസ്കഷനിൽ ഉണ്ടാവുന്നില്ല. ഏതിലാ? അല്ല, സ്ട്രോങ് റൂം തുറക്കുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവൊന്നുമല്ലത്. അത് കൃത്യമായും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ ചില സീറ്റുകൾ ജയിപ്പിച്ചു കൊടുക്കാം എന്ന് പിണറായി കരാറെടുത്തത് ഫലപ്രദമാവുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച രാഷ്ട്രീയമാണ്. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് പിണറായി പറഞ്ഞ കരാർ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പെട്ടി മാറ്റിയിട്ടോ മെഷീൻ മാറ്റിയിട്ടോ ഹാക്ക് ചെയ്തിട്ടോ അവരെ ജയിപ്പിക്കാനുള്ള അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളെന്നെ ആലോചിച്ചു, ഇത്രയും ദിവസമായിട്ട് കൃത്യമായ കണക്ക് തരാത്തത് എന്താ? പണ്ട് എഴുതി കൂട്ടിയ കാലത്ത് 24 മണിക്കൂറിനുള്ളിൽ കിട്ടിയെടുത്ത കടലാസിൽ നമ്മൾ വോട്ട് ചെയ്ത് അത് പെട്ടിയിലിട്ട് ആ പെട്ടിയെടുത്ത് അത് തുറന്ന് എണ്ണി കണക്കാക്കി ഈ നാട്ടിലെ മുഴുവൻ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്ക് മൊത്തം എല്ലാ കണക്കും കിട്ടിയിരുന്നു. ഈ ഒരു സ്വിച്ച് ഇട്ടാൽ നടക്കുന്ന ഒരു സംവിധാനത്തിൽ ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? അല്ല, തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടും ഭരണാധികാരികളുടെ ഇടപെടലും ഇതിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് ഡയറി മറന്നു വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥന് പോയിട്ട് അല്ലെങ്കിൽ എന്തോ ആവട്ടെ അങ്ങനെ പോയി തുറക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. ഇവിടെ ചോദിക്കാനും പറയാനും ആരില്ല. ചോദിക്കാനും പറയാനുള്ള ഒരു ഗവൺമെൻറ്റാണല്ലോ മൗനം ഭജിക്കുന്നതും ഇതിന് പിന്തുണ നൽകുന്നതും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത്. ഇന്ന് വരെ ഒരു CPM-കാരനോ ഒരു മുഖ്യമന്ത്രിയോ ഒരു പാർട്ടി സെക്രട്ടറിക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ കണക്ക് കൊടുക്കാത്തതിൽ ഒരു പരാതിയില്ല. അപ്പോൾ എന്താ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്? ആദ്യം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാറുണ്ടായിരുന്ന വ്യക്തികളാണ് ഇതൊക്കെ. ഇവരൊക്കെ സംസാരിക്കാൻ അറിയാത്തവരോ കാഴ്ചപ്പാടില്ലാത്തവരോ അല്ല. അവിടെയാണ് വിഷയം. അപ്പോൾ നമ്മൾ സംശയിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും. ഓ ആ, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുകളിൽ ഈ പറയുന്ന സംസ്ഥാന ഗവൺമെൻറ്റിന് നല്ല എന്താ പറയുക ഇടപെടാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇത് നടക്കുമോ? സംസ്ഥാന ഗവൺമെൻറ് ഇടപെടേണ്ട വിഷയമല്ലേ? ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമല്ലേ? ആ ഗവൺമെൻറ് മൗനം ഭജിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മളെന്താ അതിൽ നിന്ന് കൂട്ടി വായിക്കേണ്ടത്? ഇവർ തമ്മിലുള്ളൊരു നെക്സസ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നല്ലേ? ഇല്ല, വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ. അതാണ് അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ല, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇല്ലല്ല, നമ്മളിപ്പോൾ ഇവരൊക്കെ കാണുന്നുണ്ട്. നമ്മളെ പഴയ സഖാക്കളാണ്, നമ്മളെ സുഹൃത്തുക്കളാണ്. ഞാൻ ഇന്നലെ സുരേഷിനെ കണ്ടു, നാളെ G. സുധാകരനെ കാണുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് പയ്യന്നൂർ പോകുന്നു. കാരണം ഇവരെ കാണണമല്ലോ. ഞാൻ ഉയർത്തിയ വിഷയം, ഞാൻ 1.25 വർഷം മുമ്പ് ഉയർത്തിയ അതേ വിഷയം തന്നെയാണ് ഇവരൊക്കെ പറഞ്ഞത്. ഇവർക്ക് ഈ ഒരു അവസാന ഘട്ടത്തിലാണ് പുറത്തേക്ക് വരാനുള്ള ശേഷി ഉണ്ടായത്. ഞാൻ എടുത്ത പോലെ റിസ്ക് എടുക്കാൻ കഴിയുന്നവരായിരുന്നില്ല അവർ. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാലും അവസാന ഘട്ടത്തിലെങ്കിലും അവരങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഉയർത്തിയ പിണറായിസത്തെ പിന്തുണച്ചുകൊണ്ട് ഈ അവസാന ഘട്ടത്തിൽ പുറത്തു വന്ന സഖാക്കളാണ്. അവരെ കാണുക, അവർക്ക് ധാർമ്മിക പിന്തുണ കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. ഞാൻ തെരഞ്ഞെടുപ്പിലായതുകൊണ്ട് അന്ന് ഫോൺ വഴിയിലെ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഒന്നും നടന്നിട്ടില്ല. അപ്പം വ്യക്തിപരമായിട്ടൊന്ന് കാണുക, എന്താ പറയുക, ആ സൗഹൃദം പുതുക്കുക, അത്രേ ഉള്ളൂ. അല്ല, നമ്മളെല്ലാവരും നിങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ക്ഷണിക്കാമല്ലോ. അതിനല്ലേ പുതിയ പാർട്ടി, പുതിയ ആശയം. അപ്പോൾ നിങ്ങളുൾപ്പെടെ അതിലിപ്പോൾ കുഞ്ഞികൃഷ്ണേട്ടനെയും ഗോവിന്ദ മാഷിയൊന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും ക്ഷണിക്കാമല്ലോ. ഇല്ലല്ല, നമ്മൾ ജനറൽ കാര്യങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെ UDF-ഉമായിട്ടുള്ള ലീഡർഷിപ്പുമായി നന്നായി സംസാരിച്ച ശേഷമല്ലേ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. എന്തായിരുന്നാലും ഇവിടെ പിണറായിസത്തെ എതിർത്തുകൊണ്ട് പുറത്തേക്ക് വന്നവർ, ഇനി വരാൻ നിൽക്കുന്നവർ, ഒരുപാട് ഇടതുപക്ഷവാദികളുണ്ട്. അവർക്ക് സേഫായിട്ട് നിൽക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇവിടെ ആവശ്യമാണ്. അതുതന്നെയാണ് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാക്കി പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ട് അതൊന്ന് UDF ലീഡർഷിപ്പ് കോഴിക്കോട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ലീഗൽ ആസ്പെക്റ്റ് എന്താണ്, എങ്ങനെയാണ് അതിനെ കോടതിയിൽ സമീപിക്കാൻ പറ്റുക എന്നുള്ള കാര്യം പഠിച്ചതിന് ശേഷം തീരുമാനം എടുക്കാമെന്ന് പറയും.